Hi everyone, welcome back. Today we are going to deal with the lesson A Shipwrecked Sailor written by Gabriel Garcia Marquez. It was actually a novel written by him, but we have only an extract from this novel to study. I had already told you that it is a novel. How a novel is differ from other prose. എങ്ങനെയാണ് ഒരു നോവൽ മറ്റു പ്രോസിൽ നിന്നും ഡിഫറൻ്റ് ആയി നിൽക്കുന്നത്? ലോങ്ങർ പ്രോസിനെയാണ് നമ്മൾ നോവൽ എന്ന് പറയുക. ഒരു നോവലിൽ നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു സിംഗിൾ സിറ്റിങ്ങിൽ നമുക്ക് ആ ഒരു നോവൽ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കവർ വെരി ലോങ് പീരിയഡ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ അല്ല ഇത് കവർ ചെയ്യുന്നുണ്ടാവും, ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈമിനാണ് ഈ നോവലിൽ കവർ ചെയ്യുക. അതേപോലെ തന്നെ ഒരു മെയിൻ പ്ലോട്ടും അതിന് സബ്സീക്വൻ്റ് ആയിട്ട് ഒരുപാട് സബ് പ്ലോട്ട്സും നമുക്ക് കാണാൻ സാധിക്കും. സോ ലോങ്ങർ പ്രോസ് ഇസ് ജനറലി കോൾഡ് എ നോവൽ. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്, can't read in a single sitting, cover very long period, contain many subplots and a main plot. ഇതൊക്കെയാണ് ഒരു നോവലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ നോവൽ എഴുതിയിരിക്കുന്നത് ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് ആണ്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കാം. He was actually a Colombian novelist, short story writer and journalist. എല്ലാവരും അദ്ദേഹത്തിനെ അഫെക്ഷനേറ്റ്ലി ഗാബോ എന്നാണ് വിളിക്കുക. And he was the most significant or prominent author of the 20th century, especially in Spanish language. സ്പാനിഷ് ലാംഗ്വേജിലാണ് അദ്ദേഹം ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരിക്കലും ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിൽ അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റൈലൊന്നും അദ്ദേഹത്തിനില്ല. ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിലോ ടെംപ്ലേറ്റിലോ അദ്ദേഹം ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ വർക്ക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. വേറെ കുറച്ച് തീംസ്, ഒന്ന് സോളിറ്റ്യൂഡ്, സെക്കൻഡ് വൺ ഇസ് മെക്കൗണ്ടോ, അതായത് ഒരു വില്ലേജിനെ സെറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആർ കെ നാരായണൻ്റെ സ്റ്റോറീസിലൊക്കെ അദ്ദേഹം ഒരു ഇമാജിനറി വില്ലേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്, മാൽഗുഡി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലെ ഇദ്ദേഹവും ഇതുപോലെ തൻ്റെ വർക്ക്സിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ല വയലൻസിയ, ദ വയലൻസ്, അതും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. ആൻഡ് ഹി വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ലാറ്റിൻ അമേരിക്കൻ ബൂം ഓഫ് ലിറ്ററേച്ചർ. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് 100 Years of Solitude, Love in Time of Cholera, Strange Pilgrims, Eyes of a Blue Dog, etc. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. അപ്പോൾ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്, known affectionately as Gabo or Gabito. Most significant authors of the 20th century, especially in Spanish language, did not stick to any clear and predetermined style or template. Reality, important theme in works. Other themes are solitude, Macondo, La Violencia, important part of the Latin American boom of literature. Works are 100 Years of Solitude, Love in Time of Cholera, Strange Pilgrims, Eyes of a Blue Dog, etc. ഇനി നമുക്ക് ഈ സ്റ്റോറിയുടെ ഒരു ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. It tells the saga of Luis Alexandro Velasco, a 20-year-old sailor. ഒരു 20-year-old sailor ആയിട്ടുള്ള ലൂയിസ് അലക്സാൻഡ്രോ വെലസ്കോയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൊരു ട്രാജഡീനെ കുറിച്ചിട്ടാണ് ഈ നോവൽ പറയുന്നത്. He was washed overboard during a storm in the middle of the Caribbean Sea. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷിപ്പ്മേറ്റ്സും കൂടിയിട്ട് പോലെ കരീബിയൻ സീയിലൂടെ പോകുന്ന സമയത്ത് ഒരു സ്റ്റോം വഴി ഇവരുടെ ഷിപ്പ് മുങ്ങിപ്പോവുകയും ഇവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഷിപ്പ്മേറ്റ്സ് ഒക്കെ മുങ്ങിപ്പോയി. ഇദ്ദേഹം മാത്രമാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത്. ഓൾ ഓഫ് ഹിസ് ഷിപ്പ്മേറ്റ്സ് ഡ്രൗണ്ട്. അപ്പോൾ ഇദ്ദേഹം മാത്രം ഒരു ലൈഫ് റാഫ്റ്റിൽ പിടിച്ച് അദ്ദേഹം രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 10 days അദ്ദേഹത്തിന് ഫുഡും വാട്ടറും ഒന്നും ഇല്ലാണ്ട് ആ ഒരു ലൈഫ് റാഫ്റ്റിൽ സർവൈവ് ചെയ്യേണ്ടി വന്നു. ഇതാണ് ഈ ഒരു നോവലിൻ്റെ ജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ടെൽസ് എ സാഗ ഓഫ് ലൂയിസ് അലക്സാൻഡ്രോ വെലസ്കോ, എ 20-year-old sailor. He was washed overboard during a storm in the middle of the Caribbean Sea. All of his shipmates drowned. Clinging to a life raft without food and water, he survived 10 days. ഈ നോവലാണ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ നോവലിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കാസ്റ്റിലോ, കാരബെല്ലോ, ലൂയിസ് റെഞ്ചിഫോ ആൻഡ് വെലസ്കോ. ഇത് 4 പേരാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. Now
നമ്മളിവിടെ ഫസ്റ്റ് 5 പാരാഗ്രാഫ്സാണ് ഈ എക്സ്ട്രാക്റ്റിലെ ഫസ്റ്റ് 5 പാരാഗ്രാഫ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ഐ വിൽ റീഡ് ദ പാരാഗ്രാഫ് ഫോർ യു. ഫസ്റ്റ് പാര. My first impression was that I was utterly alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the bobbing crates and stupidly began to contemplate the sea. It was a perfectly clear day. Except for the choppy waves produced by the wind and the cargo scattered across the surface, there was no evidence of a shipwreck. Soon I began to hear shouts nearby. Through the sharp whistling of the sound, I recognized the voice of Giulio Amadeo Carabello, the tall, well-built officer who was yelling at someone, "Fatso, hold there." ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അപ്പോൾ ആ ഫസ്റ്റ് പാരാഗ്രാഫിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റിന് അദ്ദേഹം മാത്രമാണ് ഈ ഓഷ്യൻ്റെ നടുക്കിൽ അദ്ദേഹം മാത്രം അകപ്പെട്ടു പോയി എന്നൊരു ഇംപ്രഷനാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. എ ഷിപ്പ് പ്ലഞ്ച്ഡ് ഇൻ ടു ആൻ അബസ് ആൻഡ് ഡിസപ്പിയർഡ്. അപ്പോൾ അവരുടെ ഷിപ്പ് എന്താണ്, താഴത്തോട്ട് മുങ്ങി, പെട്ടെന്ന് തന്നെ അത് കാണാണ്ടായി. ഹി ടുക്ക് ഹോൾഡ് ഓഫ് വൺ ഓഫ് ദ ബോബിംഗ് ക്രേറ്റ്, സ്റ്റുപ്പിഡ്ലി ബിഗാൻ ടു കണ്ടംപ്ലേറ്റ് ദ സീ. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു ബോബിംഗ് ക്രേറ്റിൽ പിടികിട്ടി. എന്നിട്ട് വെറുതെ അദ്ദേഹം സീയിലേക്ക് ഇങ്ങനെ നോക്കി എന്തോ ആലോചിച്ചു കൊണ്ട് കുറച്ച് നേരം ഇരിക്കുകയാണ്. നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്രോക്ക്. ചുറ്റും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷിപ്പ്രക്ക് നടന്നു എന്നതിന് ഒരു എവിഡൻസ്, ഒരു തെളിവും ആർക്കും കാണാൻ സാധിക്കില്ല. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് കുറച്ച് ഷൗട്ട്സൊക്കെ അദ്ദേഹത്തിന് ചുറ്റും നിന്ന് കേൾക്കാൻ തുടങ്ങി. ഹി റെക്കഗ്നൈസ്ഡ് ദ വോയിസ് ഓഫ് ജൂലിയോ അമാഡോ കാരബല്ലോ യെല്ലിങ് അറ്റ് സമ്മൺ. അപ്പോൾ ആരുടെ സൗണ്ടാണ് അദ്ദേഹം ആദ്യം കേൾക്കുന്നത്? ജൂലിയോ അമാഡോ കാരബല്ലോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഷിപ്പ്മേറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആരുടെടുത്തോ ഷൗട്ട് ചെയ്യാണ്, ഒച്ചത്തിൽ പറയുകയാണ്, എന്തോ പറയുന്നുണ്ട്. അതിൻ്റെ ഷൗട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ യെല്ലിങ് അദ്ദേഹം കേട്ടു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാരാഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പാരാഗ്രാഫിൽ നമ്മുടെ 2 ക്യാരക്ടേഴ്സാണ് വരുന്നത്, നമ്മുടെ സെയിലറും അതേപോലെ തന്നെ കാരബെല്ലോയും. ഇനി നമുക്ക് ഫസ്റ്റ് പാരാഗ്രാഫിൽ വരുന്ന ഡിഫിക്കൾട്ട് വേർഡ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാരാഗ്രാഫിൽ മെയിനായിട്ട് 4 വേർഡ്സ്, 4 ന്യൂ വേർഡ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് പ്ലഞ്ച്ഡ്, സെക്കൻഡ് വൺ ഇസ് അബിസ്, തേർഡ് വൺ ഇസ് ബോബിംഗ് ക്രേറ്റ്സ്, ഫോർത്ത് വൺ ഇസ് കണ്ടംപ്ലേറ്റ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ? പ്ലഞ്ച് എന്ന് പറയുമ്പോൾ ജംപ് ഓർ ഡൈവ് ക്വിക്ക്ലി ആൻഡ് എനർജറ്റിക്കലി. വളരെ ക്വിക്ക് ആൻഡ് എനർജറ്റിക് ആയിട്ട് ജമ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡൈവ് ചെയ്ത് പോകുന്നതിനാണ് പ്ലഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അബിസ്. അബിസ് എന്ന് പറയുമ്പോൾ എ ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് ചാസം. തേർഡ് വൺ ബോബിംഗ് ക്രേറ്റ്. എന്താണ്? അപ്പോൾ നമ്മുടെ വെലസ്കോ ഒരു ബോബിംഗ് ക്രേറ്റിലാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് ഹോൾഡ് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പിക്ചറിൽ നമുക്ക് ബ്ലൂ കളറിൽ കാണുന്ന അതാണ് ബോബിംഗ് ക്രേറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഇസ് കണ്ടംപ്ലേറ്റ്. കണ്ടംപ്ലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ലുക്ക് തോട്ട്ഫുള്ളി എ ലോങ് ടൈം അറ്റ്. കുറേ നേരം എന്തോ ആലോചിച്ച് വെറുതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ സെക്കൻഡ് പാരാഗ്രാഫ്. I will read the second paragraph. It was as if in that instant I had awakened from a moment's deep sleep. It dawned on me that I wasn't alone in the sea. There, only a few meters away, my mates were shouting to one another and trying to stay afloat. Quickly, I began to think. I couldn't swim in just any direction. I knew we were about 50 miles from Cartagena, but I was not yet frightened. For a moment, I thought I could hold on to the crate indefinitely until help arrived. I was reassuring to know that all around me other sailors were in the same predicament. That was when I saw the raft. സെക്കൻഡ് പാരാഗ്രാഫിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദാറ്റ് ഇൻസ്റ്റൻറ്റ് അവേക്കൺ ഫ്രം എ മൊമെൻറ്റ്സ് ഡീപ്പ് സ്ലീപ്പ്. ഫസ്റ്റ് പാരാഗ്രാഫിൻ്റെ ലാസ്റ്റിൽ അദ്ദേഹം തൻ്റെ ഒരു ഷിപ്പ്മേറ്റ് യെല്ല് ചെയ്യുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹം തൻ്റെ കണ്ടംപ്ലേഷനിൽ നിന്നും എണീക്കുന്നത്. ആ ഒരു മൊമെൻറ്റ് ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് അവേക്കൺ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അവേക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു ഫാക്റ്റ് മനസ്സിലായി. എന്താണ്? ഹി വാസ് നോട്ട് അറ്റ് ഓൾ അലോൺ ഇൻ ദ സീ. എ ഫ്യൂ മീറ്റേഴ്സ് എവേ മേറ്റ്സ് ആർ ഫ്ലോട്ടിങ് ആൻഡ് ഷൗട്ടിങ്. കുറച്ച് മീറ്റർ അകലെയായിട്ട് തൻ്റെ ഷിപ്പ്മേറ്റ്സ് ഒക്കെ ഉണ്ട്. അവരെല്ലാവരും ഇതുപോലെ ഒഴുകി എല്ലാവരും യെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി കുഡൻറ്റ് സ്വിം ജസ്റ്റ് ഇൻ എനി ഡയറക്ഷൻ. അദ്ദേഹത്തിന് ഒരു ഡയറക്ഷനിലേക്കും സ്വിം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്.
All around, other sailors were in the same predicament. തനിക്ക് മാത്രമല്ല, തനിക്ക് ചുറ്റുമുള്ള തൻ്റെ സെയിലേഴ്സൊക്കെ ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് എന്ന് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യാണ്. അപ്പോൾ അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ. ഇതിൽ മെയിനായിട്ട് നമുക്ക് ഒരു വേർഡാണ് വരുന്നത്, ഒരു ന്യൂ വേർഡാണ് വരുന്നത്. ദാറ്റ് ഈസ് പ്രെഡിക്കമെൻറ്റ്, എ ഡിഫിക്കൾട്ട്, അൺപ്ലസൻറ്റ് ഓർ എംബാരസിങ് സിറ്റുവേഷൻ. അതായത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, നമുക്ക് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള, നമുക്ക് അത്ര കണ്ട് താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പ്രെഡിക്കമെൻറ്റ് എന്ന് പറയുന്നത്. Okay, now we can move on to the third paragraph. I will read the story. There were two life rods about 7 meters apart. They appeared unexpectedly on the crest of a wave near where my mates were calling out. It seemed odd that none of them could reach the life rafts. In an instant, one of the rafts disappeared from view. I couldn't decide. I found myself swimming towards the one I could see, which was moving farther away from me. I swam for about 3 minutes. I lost sight of the raft momentarily, but I was careful not to lose my bearings. Suddenly, a rough wave pushed the rafts alongside me. It was huge, white, and empty. I struggled to grab the rigging and jump aboard. I made it on the third try. Once on the raft, panting, whipped by the wind, immobilized and freezing. I found it hard to sit up. Then I saw 3 of my mates near the raft trying to reach it. തേർഡ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? തേർഡ് പാരഗ്രാഫിൽ അദ്ദേഹം എന്താണ്, തനിക്ക് 7 മീറ്റേഴ്സ് അകലെയായിട്ട് 2 ലൈഫ് റാഫ്റ്റ് കാണുകയാണ്. പെട്ടെന്ന് തന്നെ അതിലൊന്ന് ഡിസപ്പിയർ ആവും. ഇതിൽ ഏറ്റവും ഓഡായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിനും അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഷിപ്പ്മേറ്റ്സിന് ആർക്കും ഈ ലൈഫ് റാഫ്റ്റ് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരുപാട് ദൂരെയാണ് ഈ ലൈഫ് റാഫ്റ്റിന്. അപ്പോൾ ഇദ്ദേഹം ഓൾമോസ്റ്റ് 3 മിനിറ്റ്സ് സ്വിം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഈ ലൈഫ് റാഫ്റ്റിൻ്റെ റിഗിൽ പിടുത്തം കിട്ടും. എന്നിട്ട് അതിൻ്റെ ബോർഡിലേക്ക് ജമ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് ആ 3 വട്ടം ട്രൈ ചെയ്തു. 3-മത്തേലാണ് അദ്ദേഹം അതിൽ സക്സീഡ് ആവുന്നത്. It was very hard for him to sit up, panting, freezing and immobilized. അദ്ദേഹത്തിന് ഇരിക്കാനൊക്കെ ഭയങ്കര വിഷമം, കാരണം അദ്ദേഹം ഒരുപാട് കിതയ്ക്കുന്നുണ്ട്. വളരെ ഇമ്മൊബിലൈസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ്. സോ 3 of the mates near the raft trying to reach out. അപ്പം അങ്ങനെ അദ്ദേഹം ലൈഫ് റാഫ്റ്റിലിരുന്ന് ചുറ്റും നോക്കുന്ന സമയത്ത് തൻ്റെ 3 ഷിപ്പ്മേറ്റ്സ് കൂടി ഈ റാഫ്റ്റ് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഒരു ന്യൂ വേർഡാണ് വരുന്നത്, റിഗ്ഗിങ്. എന്താണ് റിഗ്ഗിങ് എന്ന് പറയുമ്പോൾ? ദ റോപ്പ് ദാറ്റ് സപ്പോർട്ട്സ് ആൻഡ് കൺട്രോൾ എ ഷിപ്പ് സെയിൽസ്. അപ്പോൾ ഒരു ഷിപ്പ് സെയിലിന് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന റോപ്പിനെയാണ് നമ്മൾ റിഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ റിഗ്ഗിങ്ങിൽ പിടിച്ചിട്ടാണ് ഈ ലൈഫ് റാഫ്റ്റിലേക്ക് കയറുന്നത്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഫോർത്ത് പാരഗ്രാഫ്. I recognized them immediately. Castello had a firm grip around Caraballo's neck. Caraballo, who had been on watch when the accident occurred, was wearing his life jacket. He yelled, "Hold on tight, Castello." They floated amid the scattered cargo about 10 meters away. On the other side was Luis Rengifo, trying to stay above water with his headphones aloft in his right hand. He had stripped off his shirt so that he could swim better, but he had lost his life jacket. Even if I hadn't seen him, I would have recognized his cry, "Fatso, paddle over here." ഇതാണ് ഫോർത്ത് പാരഗ്രാഫിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ കാസ്റ്റലോനെയും കാരബെല്ലോനെയും റെക്കഗ്നൈസ് ചെയ്യാണ്. അപ്പോൾ കാരബെല്ലോ വന്നിട്ട് ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. കാരബെല്ലോൻ്റെ നെക്കിൽ ഫേമായിട്ട് ചുറ്റി പിടിച്ച് കാസ്റ്റലോയും ഉണ്ട്. ഇനി വേറൊരു സൈഡിൽ ലൂയിസ് റെഞ്ചിഫോ ആണുള്ളത്. അദ്ദേഹം എന്താണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡിൽ ഒരു ഹെഡ്ഫോണും ഉണ്ട്. അത് മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പൊക്കി പിടിച്ചിരിക്കുന്നു. He had stripped off his shirt to swim better but lost his life jacket. അപ്പോൾ ആർക്കാണ്? ലൂയിസ് റെഞ്ചിഫോന് തൻ്റെ ലൈഫ് ജാക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായി സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ്, തൻ്റെ ഷർട്ട് സ്ട്രിപ്പ് ഓഫ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഫോർത്ത് പാരഗ്രാഫിൽ വന്നിട്ട് മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് കാസ്റ്റ്ലോ, സെക്കൻഡ് വൺ ഈസ് കാരബെല്ലോ, തേർഡ് വൺ ഈസ് ലൂയിസ് റെഞ്ചിഫോ. Now we can move on to the 5th paragraph. I quickly grabbed the oars and tried to get closer to the men.
Caraballo with Castello clinging to his neck near the raft. Much farther away, looking small and desolate, was a fourth of my mates, Ramon Herrera, who was waving at me while he held on to a crate. അപ്പം എന്താണ്, അപ്പം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇവരൊക്കെ കാണുന്ന സമയത്ത് അത് തുഴയുന്ന പങ്കായം എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാസ്റ്റലോനെ മേത്തേറ്റി കാരബല്ലോ എന്ത് ചെയ്യാണ്, ഈ റാഫ്റ്റിൻ്റെ അടുത്തേക്ക് നീന്തിക്കൊണ്ടിരിക്കുന്നു. അതിന് കുറച്ച് ദൂരെയായിട്ട് വളരെ ചെറിയൊരു മങ്ങിയതായിട്ട് നമുക്ക് രാമൻ ഹെറേറയെ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. രാമൻ ഹെറേറ എന്താ ചെയ്യുന്നത്, ഇദ്ദേഹത്തിനെ വിളിക്കുകയാണ്, കൈ കാണിച്ചിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഡിഫിക്കൽട്ട് വേർഡ് നമ്മൾ ഓഴ്സ് എന്നാണ്. എന്താണ് ഓഴ്സ് എന്ന് പറഞ്ഞാൽ? ആൻ ഇംപ്ലിമെൻറ്റ് യൂസ് ഫോർ വാട്ടർ ബോൺ പ്രൊപ്പൽഷൻ. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ പങ്കായം എന്നൊക്കെ പറയും. ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ഇതിനെയാണ് നമ്മൾ ഓഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് 5 paragraphs ഓഫ് ദ നോവൽ. ഓക്കെ, ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്. നമ്മുടെ ഫസ്റ്റ് 5 paragraphs വരുന്ന ഈ നോവലിൻ്റെ നമുക്ക് റെസ്റ്റ് ഓഫ് ദ പാരാഗ്രാഫ്സ് വന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.